पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 26-ാമത്തെ അധ്യായം. പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 6 മുതൽ 10 വരെ വായിക്കാം. തീർത്ഥേഷു പ്രതിദിഷ്ടേഷു രാജാ മേധ്യാൻ പശുവനേ യാവദർത്ഥാമലം ലുബ്ധോ അന്യാത് ഇതി നിയമ്യതേ. യ ഏവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സ ലിപ്യതേ. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യതേ ഗുണപ്രവാഹ പതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യഥഃ. തത്ര നിർഭിന്നഗാത്രാണം ചിത്രവാചൈശിലീമുഖൈഃ വിപ്ലവോ ഭൂദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാനന്യാം ച വിവിധാൻ വിനിഘ്നൻ ശ്രമമധ്യഗാത്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 26. പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 6. തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേധ്യാൻ പശൂൻവനേ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യതേ. വിവർത്തനം. ഒരു രാജാവിന് മാംസഭക്ഷണത്തോട് അത്രമേൽ പ്രതിപത്തി ഉണ്ടാകുന്ന പക്ഷം അവന് വെളിപ്പെടുത്തപ്പെട്ട വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ യജ്ഞാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് വധിക്കാൻ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതാനും ചില മൃഗങ്ങളെ മാത്രം വധിക്കാവുന്നതാണ്. ഒരുവൻ അനാവശ്യമായോ അനിയന്ത്രിതമായോ മൃഗങ്ങളെ കൊല്ലുവാൻ അനുവാദമില്ല. രജസ് തമോ ഗുണങ്ങളുടെ പ്രേരണയാൽ വിഡ്ഢികളായ മനുഷ്യർ അതിരുകവിഞ്ഞ മൃഗവധം നടത്തുന്നത് തടയാനാണ് വേദങ്ങളിൽ മൃഗബലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹരികൃഷ്ണ. ശ്ലോകം 7. യ ഏവം കർമ്മ നിയതം
വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. വിവർത്തനം. നാരദമുനി പ്രാചീന ബർഹിൽ മഹാരാജാവിനോട് സംസാരം തുടർന്നു. എന്റെ പ്രിയപ്പെട്ട രാജാവേ, വൈദിക ശാസ്ത്രങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഫലേച്ഛാ കർമ്മങ്ങളിൽ മുങ്ങിപ്പോകില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 8. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യതേ ഗുണപ്രവാഹപതിതോ നഷ്ടപ്രജ്ഞോ വൃജധ്യതഃ. വിവർത്തനം. അല്ലാത്ത പക്ഷം തോന്യാസം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി താഴേക്ക് പതിക്കും. അപ്രകാരം അവൻ സത് രജ തമോ ഗുണങ്ങളാൽ ക്രമീകരിച്ചിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്കുള്ളിൽ അകപ്പെടുകയും യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെട്ട് ജന്യമൃതികളുടെ ആവർത്തന ചക്രത്തിൽ നിത്യനഷ്ടമായി തീരുകയും ചെയ്യും. അവിധത്തിൽ അവൻ മലത്തിലെ കൃമിയിൽ നിന്ന് ബ്രഹ്മലോകത്തിലെ ഉന്നത പദവിയിലേക്കും തിരിച്ചും വീണ്ടും വീണ്ടും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഹരികൃഷ്ണ. ശ്ലോകം 9. തത്ര നിർഭിന്നഗാത്രാണം ചിത്രവാജൈശിലീമുഖൈഃ വിപ്ലവോ അഭിദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. വിവർത്തനം. പുരഞ്ജന രാജാവ് ഈ വിധത്തിൽ നായാട്ട് നടത്തവേ വനത്തിലെ ധാരാളം മൃഗങ്ങൾ കൂരമ്പുകൾ തുളഞ്ഞു കയറി വേദന കൊണ്ട് പുളഞ്ഞ് അവയുടെ ജീവൻ നഷ്ടപ്പെട്ടു. രാജാവിന്റെ വിനാശകരവും ബീഭത്സവുമായ പ്രവൃത്തി കണ്ട് സ്വതേ കരുണാർദ്രരായ ജനങ്ങൾ വളരെ അസന്തുഷ്ടരായി. കാരുണ്യമുള്ള മനുഷ്യർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല ഇത്തരം വധങ്ങൾ. ഹരികൃഷ്ണ. ശ്ലോകം 10. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാനാനം ച വിവിധാൻ വിനിഘ്നൻ ശ്രമമധ്യഗാൻ. വിവർത്തനം. പുരഞ്ജന രാജാവ് ഈ രീതിയിൽ മുയലുകൾ, പന്നികൾ, എരുമകൾ, കാട്ടുപോത്തുകൾ, കറുത്ത മാനുകൾ, മുള്ളൻ പന്നികൾ, കിളിമൃഗങ്ങൾ തുടങ്ങി അനവധി മൃഗങ്ങളെ വേട്ടയാടി വധിച്ചു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പുരഞ്ജന രാജാവ് തന്റെ പത്നിയെ അറിയിക്കാതെ വനത്തിൽ മൃഗങ്ങളെ വേട്ടയാടാനുള്ള ത്വരയിൽ മൃഗയാ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആവേശത്തിൽ ആരോടും പറയാതെ, രാജ്ഞിയോട് പോലും പറയാതെ, തന്റെ രാജ്ഞിയോടൊപ്പമായിരുന്നു എപ്പോഴും രാജാവ് കഴിഞ്ഞിരുന്നത്. ആ രാജ്ഞിയെ സന്തോഷിപ്പിക്കുന്നതിൽ വളരെയധികം ഉത്സുകനായിരുന്നു രാജാവ്. പക്ഷെ മൃഗയാ വിനോദത്തിനുള്ള വേട്ടയാടുന്നതിനുള്ള താല്പര്യം വന്ന സമയത്ത് പുരഞ്ജന രാജാവ് പത്നിയോട് പോലും പറയാതെ നേരെ തന്റെ രഥമെടുത്ത് വനത്തിലേക്ക്, പഞ്ചപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള വനത്തിലേക്ക് തിരിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അവിടെ വെച്ച് അദ്ദേഹം യാതൊരു ദയവുമില്ലാതെ, യാതൊരു കാരുണ്യവുമില്ലാതെ അവിടെ ധാരാളം മൃഗങ്ങളെ കൊന്നൊടുക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അസുരീൻ വൃത്തിമാസൃത്യ ഘോരാത്മാ നിരനുഗ്രഹം. കാരുണ്യമെല്ലാം നശിച്ച് അദ്ദേഹം ഒരു ആസുരികമായിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിച്ചു. അവിടെയുള്ള മൃഗങ്ങളെയെല്ലാം യാതൊരു കാരുണ്യവുമില്ലാതെ നിരനുഗ്രഹം, 5ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിരനുഗ്രഹം, യാതൊരു കാരുണ്യവുമില്ലാതെ മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ നാരദ മഹർഷി പറയുകയാണ്. തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാമേധ്യാൻ പശുവനെ യാവതർത്ഥം അലം ലുബ്ധോ ഹന്യാത് ഇതി നിയമ്യതേ. ഒരു രാജാവിനാണെങ്കിലും അല്ലെങ്കിൽ യജ്ഞത്തിൽ ബ്രാഹ്മണന്മാർക്കാണെങ്കിലും മൃഗങ്ങളെ വധിക്കുന്നതിന് വേദങ്ങളിൽ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹന്യാത് ഇതി നിയമ്യത, നിയമമുണ്ട്, ക്രമീകരണമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം മൃഗങ്ങളെ കൊന്നൊടുക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രാജാവ് അല്ലെങ്കിൽ ക്ഷത്രിയന് വേട്ടയാടുന്നതിന് ഉള്ളിൽ തന്നെ താല്പര്യമുണ്ടാവും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. ക്ഷത്രിയന്റെ സ്വഭാവമാണ് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുക എന്നൊക്കെയുള്ളത് ക്ഷത്രിയന്റെ സ്വഭാവമാണ്.
അപ്പോൾ യുദ്ധം ചെയ്യുന്നത് ക്ഷത്രിയന്റെ ധർമ്മമാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധാ ധർമ്മ്യാദി യുദ്ധാശ്രയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയന് യുദ്ധം ചെയ്യുകയല്ലാതെ അതിനേക്കാൾ ഉപരിയായിട്ട് ശ്രേയസ്കരമായിട്ട് ഒന്നുമില്ല. അതാണ് ക്ഷത്രിയന്റെ ധർമ്മം. അതിനെന്ത് വേണം? ക്ഷത്രിയൻ യുദ്ധം ചെയ്യാൻ പരിശീലിക്കണം. അതെങ്ങനെയാണ് പരിശീലിക്കുന്നത്? ക്ഷത്രിയന്മാർക്ക് വനത്തിൽ പോയി മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പരിശീലനം നടത്താം. അതിനുള്ള അനുവാദം ക്ഷത്രിയന്മാർക്കുണ്ട്. കാരണം അവര് ഭാവിയിൽ യുദ്ധം ചെയ്യേണ്ടവരാണ്. യുദ്ധം ചെയ്യാതെ പേടിച്ചിരിക്കാൻ പാടില്ല. കള്ളന്മാരും കൊള്ളക്കാരും നാട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവരോട് യുദ്ധം ചെയ്യണം. അതിന് പരിശീലനം നേടണം. അതിനുവേണ്ടി അവർക്ക് വനത്തിൽ പോയി മൃഗ വിനോദം അല്ലെങ്കിൽ വേട്ടയാടൽ നടത്താം. അത് വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിർദ്ദേശപ്രകാരം നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ മൃഗങ്ങളെ വധിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ആ വേദനിർദ്ദേശങ്ങൾ, എല്ലാ കാര്യങ്ങളിലും വേദങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ട്. ഒരു ഗൃഹസ്ഥന് പാലിക്കേണ്ട നിയമങ്ങൾ, ബ്രഹ്മചാരി പാലിക്കേണ്ട നിയമങ്ങൾ, വാനപ്രസ്ഥൻ പാലിക്കേണ്ട നിയമങ്ങൾ, സന്യാസി പാലിക്കേണ്ട നിയമങ്ങൾ, അതേപോലെ ഒരു ശൂദ്രൻ, ഒരു വൈശ്യൻ, ഒരു ക്ഷത്രിയൻ, ഒരു ബ്രാഹ്മണൻ, ഇവരൊക്കെ പാലിക്കേണ്ട നിയമങ്ങൾ വേദങ്ങളിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വേദനിർദ്ദേശം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും കർമ്മബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്നില്ല എന്നാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യ ഏവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. ഒരു വിദ്വാനായിട്ടുള്ള വ്യക്തി, ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യ ഏവം കർമ്മ നിയതം, നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ വേദങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കർമ്മമാണ് ചെയ്യുന്നത്. അതാണ് ആ വ്യക്തിയുടെ പാണ്ഡിത്യത്തിന്റെ ലക്ഷണം. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നില്ല. യ ഏവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവ. അതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മൃഗങ്ങൾക്ക് കർമ്മ നിയമങ്ങളില്ല. കാരണം അവർക്ക് വേദങ്ങളെ മനസ്സിലാക്കാനോ ഈശ്വര നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാനോ ഉള്ള ബോധമില്ല. അതുകൊണ്ട് അവർക്ക് ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. പക്ഷെ മനുഷ്യ ശരീരത്തിൽ ഒരു വ്യക്തി വേദനിർദ്ദേശങ്ങൾ നിയന്ത്രണം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയും. അതിനൊരു ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഒരു റോഡിൽ സിഗ്നൽ തെറ്റിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് ശിക്ഷയില്ല, അല്ലെ? ഒരു മൃഗം ഏതെങ്കിലും സിഗ്നൽ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ ശിക്ഷിക്കുന്നില്ല. കാരണം എന്താണ്? അവർക്ക് നിയമം, ആ റോഡിലെ നിയമം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ല. പക്ഷെ ഈ പ്രകൃതിയുടെ നിയമം എന്താണ്, ഈശ്വരന്റെ നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം മനുഷ്യർക്കുണ്ട്. അപ്പോൾ മനുഷ്യർ തീർച്ചയായിട്ടും എന്ത് വേണം? ഈശ്വരന്റെ വേദങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്ന് പറയും. അങ്ങനെ പ്രവർത്തിച്ചു പോന്നാൽ അവന്റെ സ്വാഭാവികമായിട്ടുള്ള ത്വരയെ അവർക്ക് പ്രവർത്തിപ്പിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനെ സന്തോഷിപ്പിക്കാനുമുള്ള അവസരം വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദങ്ങളിൽ നിയന്ത്രിതമായിട്ടുള്ള രീതിയിലുള്ള മൃഗവധവും നിയന്ത്രിതമായിട്ടുള്ള വേട്ടയാടലും ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന നസലിപ്യതേ. ഇങ്ങനെ വേദനിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഭൗതികമായിട്ടുള്ള കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോകുന്നില്ല. എല്ലാറ്റിനും ഓരോരോ നിയമങ്ങളുണ്ട്. അപ്പം ഒരുപാട് മാംസം കഴിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് വേദങ്ങളിൽ നിർദ്ദേശമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും ജീവിയെ കൊന്ന് തിന്നാൻ പാടില്ല. ആ വ്യക്തി കാളിദേവിയുടെ മുന്നിൽ പോയി, എല്ലാ ദിവസവും സാധിക്കുന്നില്ല, വാവിന്റെ ദിവസം അമാവാസി ദിവസത്തിൽ പാതിരാത്രി ആ കാളിയുടെ മുന്നിൽ പോയിട്ട് ബലിയർപ്പിച്ചിട്ട് വേണം ആ മാംസം സ്വീകരിക്കാൻ. ആ സമയത്ത് ഒരുപാട് പ്രതിജ്ഞകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇതേപോലെ ആ ജീവിക്ക് വീണ്ടും എന്നെ കൊല്ലാനുള്ള അവകാശമുണ്ട്. മാംസം എന്നെയും ഇതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ക്രമേണ ആ വ്യക്തിക്ക് മനസ്സിലാവും ഇത് ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടല്ല, ഇത് എനിക്കൊരിക്കലും നല്ലതല്ല, ഇതിന്റെ കർമ്മഫലമൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ബോധ്യത്തിലേക്ക് ക്രമേണ ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് വേദങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ വേദനിർദ്ദേശം പാലിക്കുന്നതിലൂടെ ഒരു വ്യക്തി ഉയർന്ന ബോധത്തിലേക്ക് ജ്ഞാനേന ആ വ്യക്തിക്ക് ആത്മീയ ബോധം തിരിച്ചു കിട്ടും. അങ്ങനെ ആ വ്യക്തിക്ക് ശ്രേയസ് ഉണ്ടാകും. അങ്ങനെ ആ വ്യക്തിക്ക് ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും. കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന നസലിപ്യത. വൈദിക നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും തോറും ആ വ്യക്തിക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും, ആത്മീയ ബോധം തിരിച്ചു കിട്ടും. അങ്ങനെ ആ വ്യക്തിക്ക് കർമ്മബന്ധങ്ങളിൽ പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിനാണ് വേദനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് നാരദ മഹർഷി പറയുന്നത്, പ്രാചീന ബർഹിഷ്യത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അന്യഥാ കർമ്മ കുർവാണോ, അതല്ലാതെ വേദനിർദ്ദേശം ഒന്നും പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്താണോ എനിക്ക് മനസ്സിൽ തോന്നിയത്, മാനാരൂഢോ നിബദ്ധ്യത, എന്തൊക്കെയാണോ മനസ്സിൽ തോന്നിയിട്ടുള്ളത് അതൊക്കെ ചെയ്യാം. കലിയുഗത്തിൽ ആളുകളുടെ പോളിസി ഇതാണ്. കലിയുഗത്തിൽ എന്താണ്, നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല, ഒന്നിനും നിയമമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ആകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് അവർ വിഡ്ഢിത്തരമായിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ എന്താണ്, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാനാരൂഢോ നിബദ്ധ്യത, അവര് പ്രകൃതിയുടെ നിയമത്താൽ ബന്ധിക്കപ്പെടും. സത്വരജസ്തമോ ഗുണങ്ങളാൽ അവര് ബന്ധിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഗുണപ്രവാഹ പതിതോ, ആ വ്യക്തിയുടെ ആത്മീയ ജ്ഞാനം നഷ്ടപ്പെടും. നഷ്ടപ്രജ്ഞോ വ്രജത്യഥ, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആത്മീയ ബോധത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. ആത്മീയ ബോധം, ഈശ്വര ബോധത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നഷ്ടപ്രജ്ഞോ ബുദ്ധിനാശോ, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ബുദ്ധിനാശോ, ബുദ്ധി നശിച്ചു പോകും, ആത്മീയമായിട്ടുള്ള പ്രജ്ഞ നശിച്ചു പോകും. എന്തുകൊണ്ടാണ് നശിച്ചു പോകുന്നത്? ഗുണപ്രവാഹ, ഗുണങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും ഇദ്ദേഹത്തിന്. ആത്മീയമായിട്ടുള്ള ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം ആത്മീയ ബോധത്തിൽ നിന്ന് ഭൗതിക ബോധത്തിലേക്ക് വരും. ഭൗതിക ബോധത്തിലും ഉയർന്ന സത്വഗുണത്തിൽ വരും, പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യും. പക്ഷെ അവിടെയും സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ രജോ ഗുണത്തിലേക്ക് വരും. രജോ ഗുണത്തിലും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാമക്രോധങ്ങളാൽ പ്രേരിതനായിട്ട് തമോ ഗുണത്തിലേക്ക് അധപ്പതിച്ചു പോകും. വ്രജത്തി അധ, വ്രജത്തി അധ, താഴോട്ട് പോയി പോകും എന്നാണ് പറയുന്നത്. തമോ ഗുണത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി താഴോട്ടാണ് പോകുന്നത്, അല്ലെ? ജഘന്യ ഗുണവൃത്തിസ്തോ അധോ ഗച്ഛന്തി താമസ, തമോ ഗുണത്തിൽ പെട്ടു കഴിഞ്ഞാൽ അധോഗതി, താഴോട്ടുള്ള പോക്കാണ്, ഇരുട്ടിലേക്കുള്ള പോക്കാണ്. മൃഗീയ യോനികളിലേക്ക് വീണ്ടും വീണ്ടും പോകേണ്ടി വരും. ആ വ്യക്തിക്ക് ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ, ആസുരിക പ്രകൃതിയിൽ ഒരിക്കലും പ്രവർത്തിക്കരുതെന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ശാസ്ത്രവിധി മുത്സൃച്യ വർത്തതേ കാമകാരത നസസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി. 16ാമത്തെ അധ്യായത്തിൽ 23ാമത്തെ ശ്ലോകം ശീലപ്രഭാതർ ഇവിടെ എടുത്തു പറയുന്നത്. ആരാണോ ശാസ്ത്രവിദ്യ ഒന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വർത്തതേ കാമകാരത, എന്താണോ മനസ്സിൽ തോന്നിയത് അതൊക്കെ ചെയ്യുന്നത്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് മൃഗങ്ങൾ അതെല്ലാം ചെയ്യും. പക്ഷെ മനുഷ്യൻ അതിനെ നിയന്ത്രിക്കാനുള്ള വ്യക്തിയാണ്. മനുഷ്യ ശരീരം അതിനെ നിയന്ത്രിച്ച് ഉയർന്ന ബോധത്തിലേക്ക് എത്താനുള്ള അവസരമാണ് എന്ന് പറയും. അതിനെ നിയന്ത്രിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നസസിദ്ധിം അവാപ്നോതി, ആ വ്യക്തിക്ക് ഒരു പൂർണ്ണതയും കിട്ടുന്നില്ല. ന സുഖം, അവനൊരു മനസ്സുഖം പോലും കിട്ടുന്നില്ല, മനസ്സിൽ സംതൃപ്തി ഉണ്ടാകുന്നില്ല. ന പരാംഗതി, അവന് അടുത്ത ജന്മത്തിൽ ഉയർച്ചയും കിട്ടുന്നില്ല. അവന് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കാതെ അപ്രാപ്യമാം നിവർത്തന്തേം സംസാര വർത്തനി എന്ന് ഭഗവാൻ പറയുന്നത്. അല്ല, ആസുരീം യോനി മാപന്ന മൂഢാ ജന്മനി ജന്മനി, ആസുരിക സ്വഭാവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മൂഢജന്മങ്ങൾ, മൃഗീയ ജന്മങ്ങൾ എടുത്തെടുത്ത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരമില്ലാതെ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യുസംസാര വർത്തനി, അവന് എന്താണ് ഗതി? വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവന്റെ ഗതി. അത് വലിയ ആത്മാവിന് സംഭവിക്കുന്ന ഒരു വലിയ നാശമായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്, അല്ലെ? അതാണ് തമസ് എന്ന് പറയുന്നത്, അതാണ് ഇരുട്ടിന്റെ ലോകം എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രവിധി അനുസരിച്ച് വേണം, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ വേണം പ്രവർത്തിക്കാൻ. യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ബാക്കി കർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം.
എന്ന് ഭഗവാൻ പറയും. ദൂരേണ യവരം കർമ്മ, താഴ്ന്ന തരം പ്രവൃത്തികളൊക്കെ ഉപേക്ഷിക്കണം എന്ന് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പറയുന്നത് അതാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വ്യക്തി അന്യഥാ കർമ്മ കുർബാണോ മാനാരൂഢോ നിബദ്ധ്യത, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ പ്രകൃതിയുടെ നിയമങ്ങളാൽ കുടുങ്ങിപ്പോകും. ഗുണപ്രവാഹ പതിതോ, താഴോട്ട് പോകും. നഷ്ടപ്രജ്ഞോ, അവന്റെ ആത്മീയ ബുദ്ധി നഷ്ടപ്പെടും, ആത്മീയമായിട്ടുള്ള ബോധം നഷ്ടപ്പെടും. ഒരു മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ ജീവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കാതെ വരും. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക്, ബുദ്ധി നശിച്ചു പോയ ഒരു തലത്തിലേക്ക് അവൻ അധപ്പതിച്ചു പോകും എന്നാണ് പറയുന്നത്. വ്രജത്തി അധ എന്ന് പറയുന്നത്. തത്ര നിർഭിന്നഗാത്രാണം ചിത്രവാചൈ ശിലീമുഖേ വിപ്ലവോ അഭൂത് ദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. അങ്ങനെ ആ വനത്തിൽ രാജാവ്, പുരഞ്ജന രാജാവ് ധാരാളം മൃഗങ്ങളെ കൊന്നൊടുക്കി, യാതൊരു കാരുണ്യവുമില്ലാതെ കൊന്നൊടുക്കി. അങ്ങനെ അവരെല്ലാവരും അദ്ദേഹത്തിന്റെ ആയുധങ്ങളാൽ ശരീരത്തിൽ കിടന്ന്, മുറിവേറ്റ ശരീരത്തിൽ കിടന്ന് ദുസ്സഹമായിട്ടുള്ള വേദന സഹിച്ചുകൊണ്ട് പിടഞ്ഞു മരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് മറ്റുള്ളവർ കാണുന്നുണ്ട്, ധാരാളം മറ്റു ജനങ്ങളും ഇത് കണ്ടു. അതിൽ കാരുണ്യവാന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് സഹിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ദുസ്സഹ കരുണാത്മന, ആ മൃഗങ്ങളുടെ ദുഃഖം, അവർക്കും ആത്മാവുണ്ട്, അവർക്കും വേദനയുണ്ട്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഉയർന്ന ഒരു വ്യക്തി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവനാണ് എന്ന് പറയും. അല്ല, ആത്മീയമായിട്ടുള്ള ഉയർന്ന വ്യക്തി കല്ലുപോലെ ഹൃദയമുള്ള വ്യക്തിയല്ല, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവനാണ് ആത്മീയമായിട്ടുള്ള ഉയർന്ന വ്യക്തി. സാധു എന്ന് പറയുന്നത് പരദുഃഖ ദുഃഖി, മറ്റുള്ളവരുടെ ദുഃഖം തന്റെ ദുഃഖമായിട്ട് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ സാധു എന്ന് പറയും. കാരുണ്യവാനായിരിക്കും. അങ്ങനെ കരുണ പറ്റിയിട്ടില്ലാത്ത ജനങ്ങൾക്ക്, കാരുണ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇത് കണ്ട് സഹിച്ചില്ല എന്നാണ് പറയുന്നത്. ദുസ്സഹ കരുണാത്മന, ഇദ്ദേഹം ഇങ്ങനെ മൃഗങ്ങളെ ദയയില്ലാതെ കൊന്നുകൂട്ടുന്നത് കാണാൻ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് സാധിച്ചില്ല, അവർക്ക് സഹിച്ചില്ല എന്നാണ് പറയുന്നത്. അത് ആത്മീയമായിട്ടുള്ള ഒരു സ്വഭാവമാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഭഗവാനിലും ഇതുണ്ട്. മറ്റു മൃഗങ്ങളെ കൊന്നുകൂട്ടുന്നത് ഭഗവാനും സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധന്റെ അവതാരം എടുത്തത് എന്നാണ് പറയുന്നത്. ജയദേവ ഗോസ്വാമി പാടുന്ന ആ ശ്ലോകം ശിലപ്രഭാതർ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സദയ ഹൃദയ ദർശിത പശുഘാതം കേശവധൃത ബുദ്ധ ശരീര ജയ ജഗദീശ. മൃഗങ്ങളെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മൃഗവധം നടത്താൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണർ അവർക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി യജ്ഞത്തിൽ മൃഗങ്ങളെ വധിക്കുന്നത് കണ്ട് യാതൊരു ദയവുമില്ലാതെ, യാതൊരു നിയന്ത്രണവുമില്ലാതെ മൃഗങ്ങളെ കൊന്നുകൂട്ടുന്നത് കണ്ടാണ് ഭഗവാൻ ബുദ്ധന്റെ ശരീരത്തിൽ, ബുദ്ധന്റെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നിങ്ങൾ വേദമൊന്നും കേൾക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്കണം, അഹിംസയാണ് പരമമായിട്ടുള്ള ധർമ്മം എന്നൊക്കെ പറഞ്ഞ് അവരെ ആ മൃഗവധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ബുദ്ധന്റെ രൂപത്തിൽ അവതരിച്ചു. അപ്പോൾ എല്ലാ ജീവാത്മാക്കളോടുള്ള കാരുണ്യം ഭഗവാനിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേപോലെ ഭഗവാന്റെ ഭക്തന്മാർക്കും ആ കാരുണ്യമുണ്ട്. അതുകൊണ്ടാണ് നാരദ മഹർഷി ഇവിടെ ഇപ്പോൾ വന്ന് പ്രാചീന ബർഹിഷത്തിനോട് ഈ ഉപദേശം നൽകുന്നത്. പ്രാചീന ബർഹിഷത്തും വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളിൽ ധാരാളം മൃഗവധം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിനക്ക് ശ്രേയസ്കരമല്ല, അത് നീ നിർത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി കഥയൊക്കെ പറയുന്നത്. പുരഞ്ജനോപാഖ്യാനം, പുരഞ്ജനന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിനെ ആ മൃഗവധത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയുള്ള വ്യത്യസ്ത മൃഗങ്ങളൊക്കെ കൊല്ലപ്പെട്ട് അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക്, കാരുണ്യം നശിക്കാത്ത ആളുകൾക്ക് അത് സഹിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മൃഗശാലയിൽ, കശാപ്പുശാലയിൽ മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്? മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ, മൃഗങ്ങൾക്ക് ആത്മാവൊന്നുമില്ല, അതുകൊണ്ട് അവരെ കൊല്ലാം. മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന് തിന്നാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആയിട്ടുള്ള ഫിലോസഫി അവർ പറയും. അതാണ് അവരുടെ ദയയില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ട് ഒരു മാനുഷിക നിലവാരത്തിലുള്ളവന് മറ്റു ജീവികളെ ഉപദ്രവിക്കുന്ന സമയത്ത് സഹിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ദുസ്സഹ, അവരുടെ വേദന സഹിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളെ കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ശശാൻ, വരാഹാൻ, മഹിഷാൻ, ഗവയാൻ, ഗുരുശല്യകാൻ, മേധ്യാനന്യാശ്ച വിവിധാൻ, വിനിഘ്നൻ ശ്രമമധ്യഗാതം.
ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളെ കൊന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ തന്നെ അംശമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള ശരീരമാണെങ്കിലും അതിലൊക്കെ ആത്മാവുണ്ട്. ആ ആത്മാവിന് അതിലുള്ള കർമ്മം അനുസരിച്ച് അടുത്ത ശരീരം കിട്ടണം. അതിനുള്ള ഒരു യാത്രയിലാണ് ആ ജീവാത്മാവ്. അതിന് തടസ്സം വരുത്തുന്നതാണ് അതിനെ കൊല്ലുന്നത് എന്ന് പറയും. മാത്രമല്ല അതിന് കഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുകയും വേണ്ടിവരും. അപ്പോൾ ഒരു മൃഗത്തിനെയും കൊല്ലാൻ യഥാർത്ഥത്തിൽ വേദങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. അതാണ് യഥാർത്ഥ വേദനിർദ്ദേശം എന്നിവിടെ നാരദ മഹർഷി സൂചിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന്, ഈ ഒരു വേട്ടയാടലിന് ശേഷം രാജാവ് എന്താണ് ചെയ്തത്, പുരഞ്ജന രാജാവ് എന്താണ് ചെയ്തത് എന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലക്ഷ്മി ഭദ്ര മാതാജി ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഉണ്ട് മാതാജി. ജപിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ.